പിന്നെ ഒരുപാട് സന്തോഷം ഇന്ന് ഈ ദിവസം ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കാൻ പറ്റുന്നതും ഈ സിനിമ എൻ്റെ കൂട്ടുകാരുടെയും കാസ്റ്റിംഗ് ക്രൂ എല്ലാവരുടെയും കൂടെ കാണാൻ പറ്റുന്നതിലൊക്കെ ഒരുപാട് സന്തോഷം. എൻ്റെ ക്യാരക്ടറിൻ്റെ പേരാണ്. അപ്പോൾ ഒന്നുമില്ല, എൻ്റെ ഒരു ഫ്രണ്ട് ഡിസൈൻ ചെയ്യുന്നത്. അപ്പം അവൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കെന്തോ ആ ക്യാരക്ടറിൻ്റെ എന്തെങ്കിലും ഒരു സാധനം എൻ്റെ കൂടെ ഉണ്ടാവണം എന്ന് തോന്നി ഇന്ന് തിയേറ്ററിലേക്ക് വരുമ്പോൾ. താങ്ക് യു. അതുപോലെ തന്നെ ആനന്ദത്തിന് ശേഷം പിന്നെ 1-2 സീൻസിൽ കണ്ടു, പിന്നെ കാണാനേ ഉണ്ടായില്ല. ഒന്ന് രണ്ട് സിനിമയുടെ 2 പാർട്ടിലോ ഇല്ല, ഒരു തമിഴ് സിനിമ ചെയ്തായിരുന്നു, അത്രേ ഉള്ളൂ. അതിനുശേഷം ഗ്യാപ്പ് എന്ത് പഠിക്കാൻ പോകുന്നത്? ഒന്നുമില്ല, സിനിമയുടെ പുറകെയുള്ള ഓട്ടത്തിലായിരുന്നു. ഓടി ഇപ്പോൾ ഇവിടെ എത്തി, അത്രയൊക്കെ ഉള്ളൂ. ഒരെണ്ണം വരാനിരിക്കുന്നുണ്ട്, അത് അവർ ഒഫീഷ്യലി പുറത്തോട്ട് വിട്ടിട്ടില്ല. വെയിറ്റിംഗ് ആണ്, വരട്ടെ. അടിപൊളിയാണ്. അഭിനയം മാത്രമല്ല, ഇപ്പം ചില കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഡീൽ ചെയ്യുക അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ സുരാജേട്ടനും ജോജുവേട്ടനും അലഞ്ചേട്ടനും, ഇപ്പം ഞാൻ വീഴുന്ന ഒരു ഭാഗമൊക്കെ ഉണ്ട്, അപ്പം നീ നോക്കി ചെയ്യണം എന്നുള്ളതും അങ്ങനെ കുറേ കാര്യങ്ങൾ അലഞ്ചേട്ടൻ്റെ അടുത്തുനിന്നുണ്ടായിരുന്നു. ഷെല്ലിമ, എല്ലാവരും അതെ, എൻ്റെ കൂടെ അഭിനയിച്ച ഗാർഗി എനിക്കൊരു പില്ലർ ഓഫ് സപ്പോർട്ടായിരുന്നു. ഷാരൻ, എല്ലാവരും അതെ കേട്ടോ. ഇപ്പം എടുത്തെടുത്ത് പറയേണ്ട പോലെയാണ്, പക്ഷേ ഇപ്പം രാഹുലേട്ടൻ, പിന്നെ അതൊരു ഞാൻ ഗിറ്റാർ വായിക്കുന്ന ഒരു ഭാഗമൊക്കെ ഉണ്ട്. അപ്പോൾ അതിപ്പം പറഞ്ഞപ്പോഴാണ് ഞാനും ആലോചിച്ചത്. അപ്പം എന്നെ എല്ലാവരും കൂടെ നിന്ന് ഒരുമിച്ച് ചെയ്ത പോലത്തെ ഒരു ഫിലിമായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇതിലാന്ന് തോന്നുന്നു, ഒരുപാടൊന്നും പറയാൻ കിട്ടുന്നില്ല. അങ്ങനെ താങ്ക് യു. തിരിച്ചെത്തിയാ? ഞാൻ ഈ മൂവിയിൽ സോങ് പാടിയിട്ടുണ്ട്. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുള്ളി ഡൺ. ഇറ്റ്സ് എ വെരി വെൽ മെയ്ഡ് മൂവി ആക്ച്വലി. പിന്നെ അത് കണ്ട് തന്നെ പറയാം, നമുക്ക് ത്രൂ വേർഡ്സ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയൊരു ഇതല്ല. ഇറ്റ്സ് എ വെരി ഫീൽ ഗുഡ്, ഡയറക്ഷൻ ഓറിയൻറ്റഡ്, ലൊക്കേഷൻ ഓറിയൻറ്റഡ്, അങ്ങനെ വെരി ബ്യൂട്ടിഫുള്ളി ഡൺ. നിറം കുളിർ കാറ്റു പോലെ വരും സ്വരം തരും മോഹം. അങ്ങനെ എൻ്റെ നൈസം. ഗംഭീര സിനിമയാണ്, അടിപൊളി സിനിമയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ചോദിച്ചോ. സിനിമയുടെ എന്താ പറയുക, സിനിമ കണ്ട് ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് ആലോചിച്ചാൽ വല്ല കുറ്റമൊക്കെ കിട്ടുമായിരിക്കും. പക്ഷേ ഇപ്പോൾ എക്സൈറ്റഡ് ആണ്, ഹാപ്പിയാണ്. കുറച്ച് ആ ഇരുന്ന സമയം ഹാപ്പിയായിട്ട് ഇരുന്നു കണ്ടു. ഇനി അതിനകത്ത് അത് ശരിയാണോ ഇത് ശരിയാണോ, അതിൻ്റെ സംസ്കാരം മാറിയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പടം തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാതെ നമ്മളെ എൻജോയ് ചെയ്ത് നമുക്ക് അയ്യേ എന്ന് തോന്നാത്ത രീതിയിൽ ഒരു സിനിമ 2 മണിക്കൂർ കൊണ്ടുപോകുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഈ സിനിമ വിജയിച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും ഈ ജനറേഷനിൽ നിന്ന് ഈ സിനിമ കാണുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് വർക്കാവും. നമ്മൾ പഴയ കുറേ എന്താ പറയുക 80s മൈൻഡിൽ ഇരുന്നിട്ട് ഒരു കുടുംബചിത്രം കാണാൻ നോക്കിയാൽ വെല്ലിച്ചം വരുമ്പോൾ എണീക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ ബഹുമാനം അതല്ല. ഇതിനകത്ത് വേറൊരു രീതിയിലാണ്. ഈ കാലഘട്ടത്തിൻ്റെ ഒരു ഫാമിലി മൂവി എന്നാണ് എനിക്കിതിനെ വിളിക്കാൻ തോന്നുന്നത്. നാരായണിയുടെ മക്കളുടെയും ചെറുമക്കളുടെ ഒക്കെ കഥയായിട്ട് തന്നെ തോന്നുന്നു. ചെറുമക്കളെയും പരിഗണിക്കുന്നുണ്ട്. ആ ഉണ്ട്. ഞാൻ എല്ലാ കഥയും നമ്മൾ ഇവിടുന്ന് പറഞ്ഞ സിനിമ കാണേണ്ട ആൾക്കാർക്ക് അല്ല, പെർഫോമൻസ് വൈസ് അവർക്ക് ഏരിയ ഉണ്ട്, ചെറുമക്കൾക്ക് ഏരിയ ഉണ്ട്. അവരെ ഒരു സൈഡിൽ കാണിച്ച് പോകുന്നുണ്ട്. അവരുടെ ഏരിയ നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ്, അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് പുതിയതാണ്. ആ പുതിയ ജനറേഷൻ്റെ സ്വകാര്യത നമുക്ക് പുതിയതല്ലേ. നമ്മളെ സംബന്ധിച്ച്, എന്നെ സംബന്ധിച്ച് പുതിയതാണ്, ഭയങ്കരമായിട്ട് അറിയുന്ന കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കാണാനായിട്ട് കുറച്ച് കൂടുതൽ എന്താ പറയുക, അവർക്ക് സ്ക്രീൻ സ്പേസ് കൂടുതലുണ്ടെന്നുള്ളത് ശരിയാണ്. എന്ന് പറഞ്ഞ് നാരായണിയുടെ മക്കളുടെ കഥ അല്ലാതെ ആവുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവർക്കും അതെ, എല്ലാവരും ഗംഭീരമായിട്ട് അത് ഉപയോഗിച്ചിട്ടുമുണ്ട്. ഓക്കെ, താങ്ക് യു.